ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മഹേഷിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടാകുന്നത് എൻ്റെ സിനിമാ കരിയറിൽ ടേക്ക് ഓഫ് ആണ്. ഫസ്റ്റ് റൗണ്ട് പായലിന് ഇഷ്ടമായി. സെക്കൻഡ് റൗണ്ട് ഞാൻ ബോംബെ ചെന്നു. അപ്പം ഞാനവിടെ പൂനെയിലായിരുന്നു, അറിയിപ്പിൻ്റെ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറി ഇവിടെ പോയി. അപ്പം എന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്നു പായൽ. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് പ്രഭ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറയണം, 10 മിനിറ്റ് ഗ്യാപ്പ് പോലും ഇല്ല, അനു ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. മീൻസില്ല, എനിക്ക് ഞാൻ ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയാണ്. തുടങ്ങുമ്പോൾ ആദ്യം തമാശയായിട്ട് ചോദിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇനി ക്യാൻസൽ എത്തിയ റീൽ തുടരുമോ? റീൽസ് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കാണ്ട് ഇപ്പം ആൾക്കാർ ഉണ്ടാക്കി തുടങ്ങിയിരിക്കും. അത് വലിയൊരു ചേഞ്ച് ആണല്ലോ. ഇതിന്റെ എല്ലാം കട്ട്സ് ഒക്കെ വെച്ചിട്ട് അതങ്ങനെ പർപ്പസ്ഫുള്ളി എന്റെ റീൽസ് കണ്ടാൽ അറിയാം. ഞാൻ അങ്ങനെ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് റീൽസ് ചെയ്യാൻ വേണ്ടി ആക്സിഡന്റൽ എപ്പോഴും പെട്ടെന്നായിരിക്കും. ഓഡീഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചില ആൾക്കാർ ഓഡീഷൻ വിളിക്കുമ്പം ഓഡീഷൻ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് അതൊരു പ്രാക്ടീസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഏതോ ഒരു കഥയില് ഏതോ ഒരു കഥാപാത്രം എനിക്ക് ഓഡീഷനെങ്കിലും അത്രയും സമയം അവിടെ പോയി ചെയ്യാണ്. അപ്പൊ അതൊരു വെറുതെ ഇരിക്കുന്നതിലും ഭേദം. അതെ, അത് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, എന്തോ ഒരു നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം എടുത്താലും നമ്മൾ ഈ ഹോപ്പ്ഫുള്ളി അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വിടാതെ മുറുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും എന്നായിട്ടായിരിക്കും. എനിക്കിപ്പം ഞാൻ ഹാപ്പിയാണ്. ദിവ്യപ്രഭയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ദിവ്യ, സ്വാഗതം. കൺഗ്രാറ്റ്സ്. വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ ഒരു ഇന്ത്യൻ ഫിലിം സെക്ടർ എന്നൊക്കെ വളരെ അപൂർവം മാത്രം ലഭിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള, ഇപ്പോൾ തമാശയിലൊരു സീനുണ്ട് ഈ നമ്മുടെ നവാസ് പള്ളിക്കുന്നിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ സൗന്ദര്യ സങ്കല്പമൊന്നുമില്ല, ഇന്നർ ബ്യൂട്ടിയിലാണ് വിശ്വസിക്കുക, അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ശരിക്ക് ദിവ്യ അങ്ങനെ ക്യാരക്ടർ റോൾ ചെയ്തതിന് ശേഷമുള്ള ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണത്. അത് പക്ഷെ ചെറിയ സമയമുള്ളൂ, പക്ഷെ നന്നായി നോട്ടീസ് ചെയ്യപ്പെട്ടൊരു റോളാണത്. കാരണം അതിൽ കംപ്ലീറ്റ് വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറിലൂടെ പറയുന്ന ഒരു കഥയിലാണല്ലോ ഉള്ളത്. ശരിക്കും ആ ഒരു റോളൊക്കെ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എങ്ങനെ, അത് കംപ്ലീറ്റ് ഡയറക്ടർക്ക് സറണ്ടർ ചെയ്ത് എങ്ങനെയായിരുന്നു ആ റോളൊക്കെ സ്വന്തമായിട്ട് കൺസീവ് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്തത്? അത് വന്നപ്പോൾ തന്നെ ടീച്ചറാണെന്നും അതിന് ആ ക്യാരക്ടറിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അഷ്റഫ് തന്നിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു 1-2 റൗണ്ട് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പം ഓഡീഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായിരുന്നു. ബബിത ടീച്ചറിനെ ഏതാണ്ട് ഈ ഒരു പരിപാടി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് ടീച്ചേഴ്സിന്റെ ഒരു മാനറിസം, അവർ കോളേജ്, അതെല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ ഗോ ത്രൂ ചെയ്തതാണല്ലോ, കോളേജും സ്കൂളും. അപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റെഫറൻസിന് അത്ര റിച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്തതാണ്. അതിനൊരു ഫോം ഉണ്ടാക്കുകയാണ് അല്ലേ? അതിനൊരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പം എങ്ങനെയാണ് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഋതം എങ്ങനെയായിരിക്കും, അതൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ ലൈഫിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഈ കഥാപാത്രവുമായിട്ട് അതിനെ ചേർത്ത് വെച്ച് അങ്ങനെ ആലോചിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം ടേക്ക് ഓഫിലെ ജിൻസി ആണെങ്കിലും ഇതിലെ ബബിത ടീച്ചർ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ടോട്ടൽ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ ചെറിയ സമയമാണ്, പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന വിധത്തിലാണല്ലോ. ഇപ്പം ചെറിയ അത് മിന്നിമായുന്ന റോളുകൾ ചെയ്താണ് വന്നത്. അവിടെ നിന്നാണ് ഇപ്പം ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട റോളുകൾ, സിഗ്നിഫിക്കൻറ്റ് റോൾ ചെയ്യുന്ന ഒരു ആക്ടിങ് കരിയർ ഉണ്ടാക്കുന്നത്. അപ്പം അപ്പോഴൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഡയലോഗ്സ് അല്ലെങ്കിൽ നമ്മളെ പ്രൂവൺ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടില്ലല്ലോ. അപ്പോൾ ശരിക്ക് ഈ അപ്രോച്ചിൽ വരുന്നൊരു ചേഞ്ചസ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ സംഗതി മാറിയിട്ട് ഇപ്പം പായൽ കബാഡിയുടെ അടുത്ത് ഒരു ഓഡിഷൻ ത്രൂ ഇന്ന ക്യാരക്ടർ ആദ്യം ചെയ്ത് അതല്ല ഈ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ദിവ്യക്ക് വേണ്ടിയിട്ട് ഒരു ക്യൂറേറ്റർ റോളിലേക്ക് വരുന്ന സമയത്ത് എന്താ ഈ ആക്ടിങ്ങിൽ ഈ അടിമുടി വരുന്ന മാറ്റങ്ങൾ ഓരോ സമയത്ത് എന്താ? ഇപ്പൊ പറഞ്ഞ പോലെ മിന്നിമായുന്ന റോളുകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഇതിനകത്ത് എക്സൽ ചെയ്യണമെന്നോ പ്രൂവ് ചെയ്യണമെന്നോ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ സിനിമയ്ക്കൊന്നും ഫിറ്റിനാവുന്ന ആളല്ല. പെട്ടെന്ന് ഒരു ദിവസം സംഭവിച്ചു. ചെറുപ്പം മുതലേ സിനിമയും ഇതെല്ലാം ഭയങ്കര ഇങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരാളാണ്. ആക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്കറിയാം ഇങ്ങനെ ഈ പറഞ്ഞ ചെറിയ ജസ്റ്റ് ഒരു 2-3 ഫ്രെയിംസിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ്സ് ഒക്കെ ഉള്ളതിന് വിളിക്കുമ്പോൾ ഞാൻ ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ ഇത് പതുക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഹൈ മനസ്സിലായതും എനിക്കിത് പറ്റും ട്രൈ ചെയ്യാൻ തോന്നിയത് ടേക്ക് ഓഫിന് ശേഷമാണ്. അപ്പം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മഹേഷിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക്
കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടാവുന്നത് എൻ്റെ സിനിമാ കരിയറിൽ ടേക്ക് ഓഫ് ആണ്. ഒരു കഥാപരമായ ഒരു റിസർച്ച് സംഭവിക്കുന്നു, ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞു തരുന്നു, ഈ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പ്രിപ്പറേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞു തന്ന് അപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇൻഡസ്ട്രിയുടെ അകത്തുനിന്ന് തന്നെ ആൾക്കാർ പെർഫോമൻസ് നന്നായി നോട്ടീസ് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മാത്രമല്ല ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അത് റിലീസ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഈ ആക്ടിങ്ങിനോടുള്ളൊരു ഉള്ളിൽ നിന്നുള്ളൊരു പാഷൻ കൂടി ആ ക്രാഫ്റ്റ് പഠിക്കണം എന്നൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ആദിശക്തിയുടെ വർക്ക്ഷോപ്പിനൊക്കെ പോയി അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഒരു സ്റ്റാർട്ടിങ്. ഇപ്പൊ ഈ ജിൻസിയുടെ കാര്യം എടുക്കുവാണെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം ദിവ്യ അതുവരെ ചെയ്ത റോള് ഒരു ഡയറക്ടർ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നു, ആ ബ്രീഫിനനുസരിച്ച് പെർഫോം ചെയ്യുന്നു. മറ്റേത് ജിൻസി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് ലൈഫ് ഇങ്ങനെയാണ്, അയാളുടെ മുൻജീവിതം ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അല്ലേ ആ റോളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണല്ലോ, അല്ലെങ്കിൽ അയാളായി മാറാൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഒരു ഇപ്പൊ നമ്മൾ ആയാസരഹിതമായി അഭിനയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആളുകൾക്ക് ഒരു ആയാസം ഉണ്ടല്ലോ പെർഫോം ചെയ്യാൻ. ദിവ്യ എങ്ങനെയാണ് അങ്ങനെ അതിലേക്ക് ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ അത് ഭയങ്കര എഫേർട്ടായി തോന്നുമോ, അല്ലെങ്കിൽ അതിൽ പെർഫോം ചെയ്യുമ്പോൾ അതിൽ ഹൈ ഉണ്ടാവും, പക്ഷെ അതിനുള്ള എഫേർട്ട് എങ്ങനെയാ വരിക? ഇതിന് മുമ്പ് നടത്തുന്ന പ്രിപ്പറേഷൻ ഞാൻ ഒരുപാട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ് എപ്പോഴും ജീവിതത്തിൽ പണ്ട് തൊട്ടേ. അതുപോലെ മിമിക് ചെയ്യാറുണ്ട്, പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ ക്ലാസ്സിൽ മിമിക് ചെയ്യും. അപ്പം ഒരു കഥാപാത്രം വരുമ്പോ ഉറപ്പായിട്ടും അവരുടെ ചെറിയ ചെറിയ ബോഡി ലാംഗ്വേജും ഈ പറയുന്ന മാനറിസം നടത്തമൊക്കെ അതൊന്ന് മാറ്റാൻ പറ്റും നോക്കും. എക്സ്ട്രീം പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നാടകമായി മാറും. അപ്പൊ അതിനെ എങ്ങനെ മാക്സിമം അപ്പൊ അത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ റെഫറൻസ് എടുക്കും, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അപ്പം അങ്ങനെ ചില റെഫറൻസുകളൊക്കെ ആലോചിച്ചിട്ട് അതിലോട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാണ് മാക്സിമം. അങ്ങനെയാണ് എൻ്റെ ഒരു ട്രൈ. ഇപ്പം എനിക്ക് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ് രശ്മി അറിയിപ്പില്ലേ. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ഇമോഷൻസിലൂടെ പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് ട്രാൻസ്ഫോർമേഷനിൽ പോകുന്നുണ്ട്. പലപ്പോഴും ഇപ്പം നമ്മളെപ്പോഴും കൂടുതൽ പേര് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എപ്പോഴും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കരമായ മേക്ക് ഓവർ ഏജ് മറികടന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മേക്കപ്പിലോ പെർഫോമൻസിലോ കംപ്ലീറ്റ് ഒരു അടിമുടി മാറ്റമുള്ള റോള് ഭയങ്കര ലൗഡറായിട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതൊരു ഭയങ്കര സട്ടിൽ പെർഫോമൻസ് ആണ്. നല്ലൊരു സമയം അവരുടെ നിസ്സഹായത നിസ്സംഗതയൊക്കെ കാണുന്നത്. അവർ ശരിക്കും ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ പല സ്ഥലത്ത് അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ഏരിയയിൽ മാസ്കിനകത്താണ് കാണുന്നത്. നമ്മൾ കണ്ണുകളിലൂടെയാണ് രശ്മി ഈ സമയത്ത് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതൊക്കെ ആലോചിക്കുന്നത്. അതൊരു ഫുൾ ലെങ്ത് റോളാണെന്ന് മാത്രമല്ല, ശരിക്കും അറിയിപ്പിന്റെ ടോട്ടൽ സ്റ്റോറിയെ ഷോൾഡർ ചെയ്യുന്ന രശ്മിയുടെ ട്രാവലിലൂടെയാണല്ലോ. രശ്മിയെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് റോളാണ്. അത് വലിയ ജേണിയാണല്ലോ പെർഫോമർ എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഈസി ആയിരുന്നു. അത് ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ശരിക്കും ട്രാക്കിലായത് രശ്മിയുടെ. അപ്പൊ നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് കിട്ടിയത് കൊണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. ഞാൻ അതിന് ശേഷം വന്ന ചില സിനിമകളൊന്നും എടുത്തില്ല. എനിക്ക് ഇതിനു വേണ്ടി തന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു ത്രൂ ഔട്ട് റോള് കിട്ടുന്നത്. അതും ഇത്രയും പെർഫോം ചെയ്യാനുള്ള മഹേഷ് നാരായണൻ പോലെ ഡയറക്ടറിന്റെ കൂടെ കുഞ്ചാക്കോ ബോബൻ എല്ലാവരും ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ കിട്ടുകയാണ്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് വേണ്ടി ഫസ്റ്റ് കിട്ടുന്ന ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു മൂവിയിൽ അത്രയും സമയം ലീഡായിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയല്ലോ, അപ്പോൾ അത് നമ്മൾ മാക്സിമം നന്നാക്കണം. അപ്പം എനിക്ക് പിന്നെ മഹേഷുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസും ഉണ്ട് അവിടെ, എപ്പോഴും ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും മലക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു ഡയറക്ടറാണ്, എപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്നും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്, മഹേഷും ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി, ഈ കഥാപാത്രം എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി എത്രയും ഉണ്ടാവുന്നോ അത്രത്തോളം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എന്നെക്കുറിച്ച്. പക്ഷെ സിനിമ പലപ്പോഴും അങ്ങനെ ഒരു ഓർഡറിലായിരിക്കില്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അറിയിപ്പ് ഒരു ക്രോണോളജിക്കൽ നമ്മൾ ലാസ്റ്റ് രശ്മിയുടെ തന്നെ വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്ന, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ അവസാനം കൂടി വരുന്നുണ്ടല്ലോ. ആ സമയത്താണ് നമുക്ക് ശരിക്കുള്ള രശ്മി, അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഇന്നർ ഫീലിങ്സ്, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതങ്ങനെ ഒരു ഓർഡർ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ മാക്സിമം ഒരു 90% അറിയിപ്പ് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് മഹേഷ് നിർബന്ധം ഉണ്ടായിരുന്നു തോന്നി. ഇതിന് മുമ്പുള്ള
മാലിക് ഒന്നും അങ്ങനെ ഒരു ഓർഡറിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പം അതിനാ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു ഇമോഷണലി ഉള്ള കണ്ടിന്യൂറ്റിയും കൂടെ നമുക്ക് അത് ആലോചിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അറിയിപ്പിലെ റോളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയും ഒരു നമ്മുടെ പരിചിത വൃത്തത്തിൽ നിന്ന് ആരെയും പിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ആയിക്കളയാം, ഈ മൂഡിലായേക്കാം, അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും നമ്മൾ തന്നെ ഒരാളെ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ, സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരിക്കല്ലോ ചെയ്യാം. അല്ലാതെ ഇപ്പം എവിടെയെങ്കിലും ദിവ്യപ്രഭ കണ്ടതോ പരിചയപ്പെട്ടതോ ആളുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. ആക്ച്വലി ഉണ്ട്. ഒരു 1-2 പേരുടെ നടത്തം ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയും. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചിയുടെ ഒരു നടത്തം ഞാൻ പറയില്ല, ഞാൻ ഇങ്ങനെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. നടത്തം എനിക്കറിയില്ല. അപ്പൊ അതിങ്ങനെ അപ്പൊ ഞാൻ അത് ആലോചിച്ചു. അങ്ങനെ ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി, നടന്നു നോക്കി എങ്ങനെ ആക്കാന്നുള്ളതൊക്കെ. അപ്പം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അപ്പൊ എനിക്ക് അത് കുറച്ച് ഒരു കൺവീനിയന്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ട്, കുറച്ചുകൂടെ ഏജും ഉണ്ട്. അങ്ങനെ ഒരു വർക്കിംഗ് ക്ലാസ് എന്നും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നത് അന്ന് അതിനനുസരിച്ചുള്ള ഇൻകം മടുപ്പുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെയൊന്നും പിക്ക് ചെയ്യാണ്ട് അഭിനയിക്കുന്നതുകൊണ്ട് ചിലതിനൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ നോക്കാം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ ഈ ആദിശക്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പം വർക്ക്ഷോപ്പുകൾ ഉണ്ടാവാറുണ്ട്, ആളുകൾ സെൽഫ് ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പെർഫോമൻസ് ആയിട്ടുള്ള ഇത്തരം തിയേറ്റർ റിലേറ്റഡ് ഇത്ര ആക്ടിവിറ്റീസിലൊക്കെ പോകാറുണ്ട്. ഇപ്പം ദിവ്യ ആണെങ്കിൽ റോഷന്റെ ഡ്രാമയിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പം ആദിശക്തിയുടെ സംഗതി ഒന്ന്. ഇത് ആക്ച്വലി ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കുന്നത്? ഇതിന് പുറത്തുള്ള ആക്ടിവിറ്റി ആണല്ലോ, ശരിക്കും അത് നമ്മൾ നേരിട്ട് സിനിമയിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യുന്ന കാര്യമല്ല. അല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പ്രോസസ്സ് ഉണ്ടാവും. അത് എന്താണെന്നൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഞാൻ ആദിശക്തിയിലോട്ട് പോകുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏതൊക്കെ രീതിയിൽ എത്ര രീതിയിൽ നമുക്കൊരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ബോധമില്ല. ഞാൻ ഇപ്പോൾ എനിക്കൊരു ക്യാരക്ടർ വരുമ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആദിശക്തിയിലൊക്കെ പോയതിനു ശേഷമാണ് നമ്മളുടെ അകത്തുള്ള ഒരുപാട് ഇമോഷൻസിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റി. എനിക്കറിയാം, ഇപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാവരും ഒരു വർക്ക്ഷോപ്പിന്റെ സമയത്ത് തന്നെ പലതരത്തിലുള്ള ഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കരയുന്ന ഒരു ഇമോഷനിലോട്ട് വന്നപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരച്ചിൽ നിർത്തില്ല, ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എവിടെയോ ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന നമ്മൾ വെൻഡ് ഔട്ട് ചെയ്യാത്ത എന്തൊക്കെയോ പുറത്തു വന്നു. അപ്പം അതെന്തോ ഒരു ക്ലീൻ ആയ പോലെ തോന്നി മൊത്തത്തില്. ഭയങ്കര രസമുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പം ഇൻഹിബിഷൻസ് ഒരുപാട് മാറും. നമ്മള് ഫിസിക്കലി ബോഡി ലാംഗ്വേജിലൊക്കെ അതെ. അപ്പൊ കളരി പോലെയുള്ള എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഹിബിഷൻ മാറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏത് ഫോമിലോട്ടും കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂടിയ പോലെ തോന്നി ആദിശക്തിയിലെ ആ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നാടകം എന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്രയും നാളുകൾ റിഹേഴ്സൽ ചെയ്ത് അപ്പൊ നമ്മൾ പലതരത്തില് പല ഓപ്ഷൻസ് നോക്കും. ഇതിനെ ഇങ്ങനെ ആക്കിയാലോ, പല വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ഒരു സീനിൽ തന്നെ കൊണ്ടുവരും. അപ്പോഴും നമുക്ക് കുറെ എന്തൊക്കെയോ ഓപ്പൺ ആവുകയാണ്. ഓക്കെ, ഇത്രയും എന്താ പറയാ, ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ക്യാരക്ടറിനെ. അപ്പൊ അത്തരത്തിലൊരു ബോധവും പ്രാക്ടീസും കൂടുവാണല്ലോ. നമ്മളെന്നും ഇപ്പൊ ഒരു സിനിമ 1 മാസമോ 2 മാസമോ ആയിരിക്കും, ഇതിപ്പോ 3-4 മാസം റിഹേഴ്സലും ഓരോ ഷോയ്ക്കും മുമ്പ് ഇത്രയും ദിവസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം അതിൻ്റെതായിട്ടുള്ള ആക്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയുന്ന പോലെ ഇങ്ങനെ മിനിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളിപ്പോൾ പുറത്തു നോക്കുമ്പോൾ ഒരു രസമുള്ളൊരു ജേർണി ഉണ്ടല്ലോ. ഭയങ്കര ആക്സിഡന്റൽ ആക്ടറായി വരുന്നു, ഇത് ഷൂട്ട് വഴിയെ പോകുന്നിടത്തുനിന്ന് സിനിമയുടെ ഭാഗമാവുന്നു, ചെറിയ റോൾസ് ചെയ്യുന്നു. പിന്നെ ഓക്കെ, എന്നാൽ എനിക്കിതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന് തോന്നുന്നു. അവിടെ അതിന് വേണ്ടിയിട്ടൊരു ഇംപ്രവൈസേഷനോ ഒരു ഓറിയന്റേഷനോ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നോക്കുന്നു. ഒരു തിയേറ്ററും വർക്ക്ഷോപ്പായിട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും കിട്ടാത്തൊരു അപൂർവമായ ഒരു അച്ചീവ്മെന്റ്, ക്യാൻസ് പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഗ്രാൻഡ് പിക്സ് പോലത്തെ ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നു. അതിന് തൊട്ട് മുമ്പ് ലൊക്കാണോയിൽ പോകുന്നുണ്ട് അറിയിപ്പുമായിട്ട്. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടുകളിലൊക്കെ പോയി അങ്ങനെ അവിടെ ദിവ്യയുടെ ഇത്തരം കഥകളോ ഈ ജേണിയൊന്നും അറിയാത്ത ദിവ്യ എന്ന ആക്ടറിനെ മാത്രം കണ്ട ആളുകൾ സംസാരിക്കുക. ഈ സിനിമ കാണുന്ന സമയത്ത് ലോക്പാലിൽ ഇങ്ങനെയായിരുന്നു വന്നത്, അതിനുശേഷം ടേക്ക് ഓഫിലും ഇങ്ങനെയായിരുന്നു വന്നത്. ഈ ജേണി അറിയില്ലല്ലോ. ഒരു ഇന്ത്യൻ ആക്ടർ വരുന്നു, അവരുടെ പെർഫോമൻസ് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഫീഡ്ബാക്കുകൾ ശരിക്കും പേഴ്സണലി എന്ത് മൊമെന്റ് ആയിട്ടാണ് മാറുന്നത്? ഇപ്പം ലൊക്കാണ പോലത്തെ ഒരു ഫെസ്റ്റിവലിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസിൽ നിങ്ങളുടെ സ്ക്രീനിങ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അവിടെ വെച്ചിട്ട്, അതിനുശേഷം പബ്ലിക് ഒപ്പീനിയൻസോ അല്ലെങ്കിൽ അവിടെ വരുന്ന ക്രിട്ടിക് ഉണ്ടാവാം, ഫിലിം മേക്കേഴ്സ് ഉണ്ടാവാം, മറ്റു പല രാജ്യത്തുള്ള ആളുകൾ ഉണ്ടാവല്ലോ. ഇതൊക്കെ എന്ത് തരം ഹൈ ആണ് ഇത് തരുന്നത് ശരിക്കും പെർഫോമൻസിന് പുറത്ത്? ഇപ്പൊ അല്ലെങ്കിൽ 10 വർഷമായല്ലോ, ഒരു 2013 തൊട്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 10 years ആയി. അപ്പം പലപ്പോഴും പല ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു
കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ള അങ്ങനത്തെ റോൾ വരുമായിരിക്കും എന്ന് എല്ലാവരെയും പോലെ ഞാനും വിചാരിക്കും. പക്ഷെ അത് വരുന്നില്ല, സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞാണ് അറിയിപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വർഷം എടുത്താലും നമ്മൾ ഈ ഹോപ്പ്ഫുള്ളി അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, അത് വിടാതെ മുറുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള അൺസർട്ടനിറ്റീസ് ആയിരുന്നു. കുറെ ഇപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നമ്മളിത് മാത്രം വേറെ ഒന്നും സ്വിച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ഇഷ്യൂ വരരുത്, അപ്പൊ വേറൊരു ജോബ് ചെയ്യാനും പറ്റില്ല. അപ്പം പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ അഭിനയിക്കാനുള്ള ക്രേവിങ് എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പില്ലായ്മയുണ്ട്, ഇതെവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ എപ്പോഴെത്തും, എങ്ങനെ അവസരം കിട്ടും. അപ്പം എപ്പോഴും എല്ലാ പ്രാവശ്യം വിചാരിക്കും ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്കിപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനി പ്രതീക്ഷകൾ അല്ല കൂടിയെന്ന് മാത്രമല്ല, ഇപ്പം ദിവ്യക്ക് തന്നെ ദിവ്യയുടെ ടാലന്റ് കൂടി വെച്ചിട്ട് കമ്പനി ഇപ്പം ദിവ്യക്ക് ഇപ്പം എനിക്കൊരു ഓപ്പൺ ഓഡിഷൻ, എനിക്ക് ഈ ഓഡിഷൻ ഞാൻ വില്ലിങ് ആണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അറിയിപ്പിന് ശേഷം തന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, ക്രാഫ്റ്റിലുള്ള ഇമ്പ്രൂവ്മെന്റ്. അല്ല ഇപ്പം കഴിഞ്ഞ ദിവസം പാർവതി സംസാരിക്കുമ്പോൾ കനിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവരെല്ലാം പറയുന്നു, ഇതിൽ നിങ്ങൾ ഓഡിഷന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു കാസ്റ്റിംഗ് കോൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ കൂടി നിങ്ങൾ വിളിക്കുക, അതല്ലെങ്കിൽ അയാൾ അതിന് ഷൂട്ടാണെങ്കിൽ ആ ക്യാരക്ടർ അവർ ചെയ്യാൻ. ഇപ്പം നിങ്ങളുടെ പായലിന്റെ സിനിമയുടെ ഭാഗമാവുന്നത് ഒരു ഓഡിഷനിലാണല്ലോ. അപ്പം അവിടെ റോള് ചേഞ്ച് ആവുന്നുണ്ട്, കനിയുടെയും മാറുന്നുണ്ട്, ദിവ്യയുടെയും മാറുന്നുണ്ട്. ഭയങ്കര ഇപ്പൊ നമ്മളായിരിക്കും കൗതുകമുള്ള ഒരു കാര്യമാണ്. യങ് ആയിട്ടിരുന്നപ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഓഡിഷൻ എന്ന് പറയുന്ന സാധനം നേരത്തെ ദിവ്യയും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഒരു സിനിമയുടെ ഇന്റർവ്യൂ വന്ന സമയത്തും ഓഡിഷൻ ചെയ്യൂ, അപ്പോൾ നമ്മൾ ചെയ്ത റോളിൽ നിന്ന് വ്യത്യാസമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മുമ്പ് കണ്ടൊരു പടത്തിൽ ഇപ്പൊ ഒരു ബബിതയെയോ രശ്മിയെയോ കണ്ടിട്ട് എന്നാൽ ഇതുപോലത്തെ ഒരു റോള് വന്നാൽ നമുക്ക് ദിവ്യയെ വിളിക്കാമെന്നതിന് പകരം നമ്മളിപ്പോൾ ആലോചിച്ച ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത റോളിന് ദിവ്യ ഫിറ്റ് ആണോ നോക്കാനാണല്ലോ ഓഡിഷനിലൂടെ പറ്റുക. അപ്പൊ ആ ഓഡിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാധാന്യമുള്ള സംഗതിയാണെന്ന് ചിലപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു അച്ചീവ്മെന്റ് വന്നപ്പോൾ കൂടുതൽ പേര് മനസ്സിലാക്കി കാണില്ലേ? മനസ്സിലായി കാണണം. കാരണം എനിക്കറിയാം ഓഡിഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചില ആൾക്കാർ ഓഡീഷൻ വിളിക്കുമ്പം ഓഡീഷൻ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് അതൊരു പ്രാക്ടീസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഏതോ ഒരു കഥയിൽ ഏതോ ഒരു കഥാപാത്രം എനിക്ക് ഓഡീഷനെങ്കിലും അത്രയും സമയം അവിടെ പോയി ചെയ്യാണ്. അപ്പൊ അതൊരു വെറുതെ ഇരിക്കുന്നതിലും ഭേദം. അതെ, അത് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, എന്തോ ഒരു നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ട്രൈ ചെയ്യേണ്ട, കുറച്ച് ആൾക്കാർ ജഡ്ജ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഓഡീഷൻ എന്നെ സംബന്ധിച്ചിട്ട്. അപ്പൊ അത് ഓഡീഷൻ ചെയ്ത് ഒരെണ്ണത്തിൽ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഒരു വേറൊരു തരം ക്ലാരിറ്റിയും കൂടെ വരുന്നുണ്ട്. ആ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. അങ്ങനെ പിന്നെ പായലിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രഭ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. രശ്മി കണ്ട് പെർഫോമൻസ് ഇഷ്ടമായിട്ട് അറിയിപ്പില്ല. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അത് വായിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമാവണം എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രഭയ്ക്ക് രശ്മിയുടെ ഒരു ചെറിയ ഷെയ്ഡ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഓക്കെ, ഇതിനെന്നെ ഓഡിഷന് വിളിച്ചതിൽ എനിക്ക് വലിയൊരു ഇത് കണ്ടിട്ട് തന്നെ ആയിരിക്കും റെഫറൻസ് പേഴ്സണലി പറയാൻ കേട്ടോ, ഇങ്ങനെ ഷെയ്ഡ് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെയോ. അങ്ങനെ പ്രഭ ഫസ്റ്റ് റൗണ്ട് പായലിന് ഇഷ്ടമായി. സെക്കൻഡ് റൗണ്ട് ഞാൻ ബോംബെ ചെന്നു. അപ്പം ഞാൻ അവിടെ പൂനെയിലായിരുന്നു, അറിയിപ്പിന്റെ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറി പോയി. അപ്പം എന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്നു പായല്. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് പ്രഭ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറയാണ്, 10 മിനിറ്റ് ഗ്യാപ്പ് പോലും ഇല്ല, അനു ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ചില്ല, ഞാൻ ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയാണ്, പെട്ടെന്ന് എങ്ങനെ അത്രയും ഒരു യങ് ആയിട്ടുള്ള വേറെ അപ്പൊ ഇല്ല ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അത് നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് എന്നെ പിന്നെയും വിളിച്ചു 2-3 റൗണ്ട് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ചോദിച്ചിട്ടുണ്ട് പായലിന്റെ അടുത്ത്, എങ്ങനെയാ അത് അപ്പം ഞാൻ പ്രഭ ചെയ്യുമായിരുന്നല്ലോ, അപ്പൊ പിന്നെ പെട്ടെന്ന് എങ്ങനെ എൻ്റെ അടുത്ത് അനു ചെയ്യാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ദിവ്യനെ പിക്ക് ചെയ്യാൻ വന്നപ്പോ ഞാനും റോബിനെ അറിയാലോ, എൻ്റെ അസോസിയേറ്റ്, ഞാനും റോബിനും കൂടെ നോക്കുമ്പോ ദിവ്യ ഇങ്ങനെ ഇത് അനു അല്ലേ വരുന്നതെന്ന് റോബിനോട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ
ഒരു സിനിമ കണ്ട് അതിലെ ആ കഥാപാത്രത്തിന്റെ ഷെയ്ഡ് ഉള്ളതെന്ന് മാറി വേറെ ഏതോ ഇതിലോട്ട് എൻ്റെ അടുത്തുള്ള ഒരു ട്രസ്റ്റ് ആണല്ലോ അത്. ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഒബ്സർവേഷൻ അല്ലേ ഒരു ഫിലിം മേക്കർ. നമ്മള് ഫിലിം മേക്കർ ആളെ കണ്ട് തീരുമാനിക്കുന്നതും സിനിമ കണ്ട് തീരുമാനിക്കുന്നതും വ്യത്യാസം. അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഫിലിം മേക്കറിന്റെ ഒബ്സർവേഷൻ ആ തരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അനു ചെയ്യാൻ പറ്റും. ഈ ഇപ്പം മലയാളത്തിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ ചുരുക്കം റോളുകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പം കാൻസ് പോലുള്ളൊരു സമയത്ത് നമുക്കറിയാം ഇവിടെയുള്ള ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആക്ടേഴ്സൊക്കെ ഒരു ലാംഗ്വേജിലേക്ക് ലിമിറ്റ് ചെയ്യുന്നില്ല. എല്ലാ മറ്റ് ലാംഗ്വേജും ഇപ്പം കനി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ലാംഗ്വേജും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ദർശനയാണെങ്കിലും ഇപ്പം ഇവിടെയുള്ള എല്ലാവരും ഇപ്പം അന്നാബെൻ്റെ പടം ഒന്ന് തമിഴിലാണ് വരുന്നത്. അങ്ങനെയാണല്ലോ ട്രൈ ഔട്ട് ചെയ്യുന്നത്. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ എങ്ങനെയാണ് ഇപ്പം ഇപ്പോഴത്തെ സിനാരിയോയിൽ അത് എന്തായാലും മറ്റ് ലാംഗ്വേജിൽ നിന്നും കൂടി കോൾ വരുന്നൊരു സിനാരിയോ ഉണ്ടാവുമല്ലോ? എനിക്ക് ചെയ്യണം എന്നുണ്ട്. ഞാൻ ആ കൂടെ മലയാളം തമിഴ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ബൈലിംഗിൽ ആണെങ്കിലും ഒരു 80-90% മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വേറെ ഒരു ലാംഗ്വേജ് ട്രൈ ചെയ്യണം എന്നുണ്ട് എന്തായാലും. ഈ ആക്ടിങ്ങിൽ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഇപ്പൊ ആക്ടിങ് കാരണം വെച്ചാൽ പലതരം ആക്ടിവിറ്റി. ഞാൻ പറയുന്നത് ഞാൻ ദിവ്യയുടെ ഞാൻ നേരത്തെ പറഞ്ഞു റീലുകളുടെ കൂടി വലിയ ഫാനാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യെങ്കിലും ഞാൻ പറഞ്ഞ അതിലൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, നിങ്ങളൊരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാര്യമായിട്ട് ഇത് തുടങ്ങുമ്പോൾ ആദ്യം തമാശയായിട്ട് ചോദിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇനി ക്യാൻസൽ എത്തിയ സ്ഥിതിക്ക് റീൽ തുടരുമോ? റീൽസ് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കാണ്ട് ഇപ്പം ആൾക്കാർ ഉണ്ടാക്കി തുടങ്ങിയിരിക്കും. അത് വലിയൊരു ചേഞ്ച് ആണ്. ഇതിന്റെ എല്ലാം കട്ട്സ് ഒക്കെ വെച്ചിട്ട് അതങ്ങനെ പെർപ്പസ്ഫുള്ളി എന്റെ റീൽസ് കണ്ടാൽ അറിയാം. ഞാൻ അങ്ങനെ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് റീൽസ് ചെയ്യാൻ വേണ്ടി ആക്സിഡന്റൽ എപ്പോഴും പെട്ടെന്നായിരിക്കും. അപ്പോ അതുകൊണ്ട് എനിക്ക് അറിയില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ ഒന്നുമില്ല. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് സംഭവിക്കുന്നത് ആസ് ആൻ ആക്ടർ ഒരു ക്രേവിംഗ് വരും നമുക്ക് സിനിമ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്. പെർഫോമൻസ് ആണെല്ലാം. അപ്പൊ ആ ഒരു ക്രേവിംഗ് ഒക്കെ വരുമ്പോ ഞാൻ എന്തോ ആ എനർജി റിലീസ് വെന്റ് ഔട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹൈ ഇപ്പം പെർഫോമൻസിലെ ഹൈ എന്ന് പറയുന്ന സമയം ഇപ്പൊ ക്യാരക്ടർ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വല്ലാത്തൊരു ജീവിതമാണ് രശ്മിയുടെ എന്ന് തോന്നുമല്ലോ നമ്മൾ കാണുമ്പോൾ. ഭയങ്കര ദുരിതമയമാണ്, ഇവരതിൽ നിന്ന് പുറത്ത് കടക്കുന്നില്ലല്ലോ. ഇപ്പം ഈ പെർഫോമൻസിൽ എങ്ങനെയാണ് ഈ പേഴ്സണൽ ഹൈ, അതിനെങ്ങനെയാണ് ബ്രീഫ് ചെയ്യുക? അതായത് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട്. നമ്മൾ ഓരോ ഇമേജസിലൂടെയാണ് പോകുന്നത്. അതായത് ഓരോ സീൻസ് വായിക്കുമ്പോൾ അപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഞാൻ കാണുന്ന ഒരു വിഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് ഏറ്റവും ഹൈ കിട്ടുന്നത് ഒരു ഷോട്ട് അത് ടേക്ക് സംഭവിക്കുമല്ലോ. ഇത് ടേക്കാണ്, അത് ഇനി എടുക്കണ്ടെന്ന് പറയുമല്ലോ. അപ്പം പ്രത്യേകിച്ച് മഹേഷിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അപ്രൂവൽ സംഭവിക്കാറില്ല. അപ്പം അവിടെ എനിക്ക് എന്തോ പിന്നീട് ഞാൻ എപ്പോഴും ചില സമയത്ത് ഞാൻ മോണിറ്ററിൽ പോയി നോക്കാറുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഷൂട്ട് നടക്കുന്ന സമയത്ത് അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തൊക്കെ എന്തെങ്കിലും പോയി എന്ന് തോന്നിയാൽ അപ്പൊ എനിക്കൊരു ഹൈ കിട്ടാറുണ്ട്. അതിൽ തന്നെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് തോന്നുന്നു. അതായത് എനിക്ക് ചെയ്യാനുള്ള ഞാൻ ഏറ്റവും എഫേർട്ട് ഇടണ്ട എന്നെ ആളുകൾ നോട്ടീസ് ചെയ്യുന്ന വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഇതെങ്ങനെ പറയും എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ ഷൂട്ട് വരുമ്പോൾ ചിലപ്പം അത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുകയും കൂളായിട്ട് ചെയ്യുകയും നമ്മൾ ഈസി ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ടേക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആയന്റെ സിനിമയിൽ ട്രെയിലറിൽ ഒരു പ്രഷർ കുക്കർ പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഏറ്റവും ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സീൻസ് ആക്ച്വലി വളരെ അടിപൊളിയായിട്ട് പോവുകയും ഇതെല്ലാത്തിനും വർക്ക്ഷോപ്പ് ചെയ്തിട്ടാണ്. ഈ കുക്കറിന്റെ സീൻ എന്ത് ചെയ്താൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഈ കുക്കർ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു സീനാണ്. അപ്പം എവിടെ എന്തോ പായല് പറയുന്ന ആ നോട്ടിന്റെ അവിടെ എത്താൻ ഇത്തിരി സമയമെടുത്തു. എന്നാൽ ഞാൻ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് വായിച്ചു പോയി. കുക്കർ ഇത് എക്സൈറ്റഡ് ആവുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പോയത്. അപ്പം ഇത് എപ്പോഴും വേരി ചെയ്യും തോന്നുന്നു, ഇത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല. അത് എന്താ നമ്മളൊരു വ്യൂവർ എക്സൈറ്റഡ് ആവുന്നതും അല്ലെങ്കിൽ ക്യാരക്ടറിൽ ആ ക്യാരക്ടറായിട്ട് ഡയറക്ടർ അപ്രൂവൽ വരുന്നതുമാണ്. എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ഒന്നും ആയിരിക്കത്തില്ലല്ലോ എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ, ക്യാരക്ടറിന്റെ ആണല്ലോ. ഇപ്പം അത് എന്ത് സീനാണെങ്കിലും ഇപ്പം അതൊരു ഇന്റിമസി സീൻസ് ആണെങ്കിൽ കൂടി ഞാൻ പറയുന്നത് അത് നമ്മുടെ ആയിരിക്കില്ല ഒന്നും. എസ്പെഷ്യലി ഞാൻ ഈ ഫിലിമിൽ അങ്ങനെ കുറച്ചും കൂടി അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനൊരു എക്സ്ട്രാ എഫേർട്ട് തന്നെ എടുത്ത് ആലോചിക്കും. ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ രശ്മി ഇനിയിപ്പോൾ ഒരു ക്യാരക്ടർ വന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ പേർപ്പസ്ഫുള്ളി ആലോചിക്കേണ്ട കാര്യം
അതൊന്ന് മാറണം എന്നുള്ളതായിരിക്കും എപ്പോഴും. ഒരു ബോഡിയേ ഉള്ളൂ, നമ്മൾ തന്നെ ഉള്ളൂ, നമ്മളുടെ ഫേസ് ആണ്. പക്ഷെ മാക്സിമം എത്രത്തോളം വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യാനും അതാണ് എന്റെ ശ്രമം എന്ന് പറയായിരുന്നു. അപ്പൊ ആ രീതിയിൽ ആലോചിച്ചിട്ട് എപ്പോഴും മൈൻഡിലാണ് എപ്പോഴും പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള പരിപാടി നടക്കാറില്ല. ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പെർഫോമൻസിന്റെ കണക്ക് നോക്കുമ്പോൾ സിനിമ, വെബ് സീരീസിന്റെ സ്പേസിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിലും അവിടെയുള്ള ഇൻഫ്ലുവൻസ് അടക്കമുള്ള എല്ലാവരും കാണുന്നത്. ഇപ്പം ഭയങ്കര ലൗഡറായിട്ട് ഇപ്പം ഡബ് സ്മാഷോ അങ്ങനെയൊക്കെ പോലുള്ള സാധനങ്ങൾ സിനിമ സീനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഭയങ്കര ലൗഡർ ഫണ്ണി ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ദിവ്യ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഭയങ്കര സട്ടിൽ വേ ഉള്ള പെർഫോമൻസ് ആണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. മോർ കമേഴ്സ്യൽ ആൻഡ് ഇപ്പോഴത്തെ സട്ടിലാണല്ലോ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് സട്ടിൽ പെർഫോമൻസ് ഇപ്പോഴും ആളുകൾ പറയാറുണ്ട്. സട്ടിൽ പെർഫോമൻസ് ഇന്നർ ആണല്ലോ, ഇന്നർ പെർഫോമൻസിനെയാണ് വരുന്നത്, അകമയ്ക്ക് വരുന്ന ഒരു സംഗതിയാണല്ലോ. ഈ സട്ടിൽ പെർഫോമൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര യുണീക്കായ ഒരു സംഗതിയായിട്ട് പറയും. ഇപ്പം ആയിഷ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് ഒരുപാട് സ്പേസ് ഇല്ല, പക്ഷെ ആ സ്പേസ് എല്ലാം ഭയങ്കര ക്രൂഷ്യലാണ്. അത് ജലജയുടെ കൂടെ വരുന്നതാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ചിരിച്ച് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാവുന്ന സീൻസ് അല്ല വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് മുഖത്താണെങ്കിലും ശരീരഭാഷയിലാണെങ്കിലും എപ്പോഴും ഒരു സംഘർഷം അനുഭവിക്കുന്ന ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള റോളാണല്ലേ ഇപ്പുറത്ത് വരിക. അപ്പൊ അതിന്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ചെയ്യണം എന്നും കൂടിയുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ട്. കാരണം എനിക്ക് ഞാൻ ജീവിതത്തിലൊക്കെ കംഫോർട്ട് സ്പേസിൽ ഭയങ്കര ലൗഡർ ആയിട്ടുള്ള ആളാണ്. റീൽസ് കാണുമ്പോഴൊക്കെ അതിന്റെ ഒരു ലൗഡർ വേർഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു സോൺ ഉള്ള ആളാണ്. പക്ഷെ കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോ നമ്മളത് അതുപോലെ എങ്ങനെയും അത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച് ആ രീതിയിൽ അഭിനയിക്കുന്നുള്ളൂ. സെർട്ടിലായിട്ടാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് ആ സിനിമയും ഫിലിം മേക്കറും. അപ്പൊ അതേപോലെ അഭിനയിക്കുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ലൗഡർ ആയിട്ടുള്ള, ഇപ്പം നാടകം ചെയ്തതിൽ ഭയങ്കര കോമഡി റോളാണ്, അതിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ എനിക്കത് സിനിമയിലും കൂടെ ചെയ്യണം എന്നുണ്ട്. പായലിന്റെ സിനിമയിൽ പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഭയങ്കര ലൗഡർ എന്നല്ല, വേറെ തരം എനർജി ഉള്ള കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര വലിയ ഇമോഷണൽ ബാഗേജ് ഒന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. ഇപ്പം ഈ സിനിമയുടെ കാര്യം തന്നെ പറയുമ്പോഴേ, സിനിമയിൽ ഇപ്പം ദിവ്യ തേടി പലതരം റോളും സംഗതിയൊക്കെ വരുമല്ലോ. ഇപ്പം ഉറപ്പായും ഇതിൽ ഒന്നാമത് വരാൻ സാധ്യതയുള്ളത് രശ്മിയെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റോൾ വിളിച്ചത്, ജിൻസിയെ കണ്ടിട്ടാണ് ഇതിൽ വിളിച്ചത്, ബബിത ടീച്ചറെ പോലൊരു സംഗതിയാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റീരിയോ ടൈപ്പാണ് എന്ന് മറ്റൊരാൾക്ക് തോന്നുമല്ലോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതൊരു ചാലഞ്ചാണല്ലോ, അതുപോലെ ആവരുതെന്ന്. ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റി വെച്ചിട്ട് സ്വീകരിക്കപ്പെടേണ്ടി വരും, പക്ഷെ ക്യാരക്ടറിന് മാറ്റേണ്ടി വരുമല്ലോ. അവിടെ എന്താ ഇപ്പൊ ഇനിയെ സംബന്ധിച്ചുള്ള എല്ലാവരും എല്ലാ ബ്രീഫും തരണമെന്നില്ല. ഇവർ ക്യാൻസർ വരെ പോയ ഒരു ആക്ടറാണ്, ഇവരോട് നമ്മൾ ഓവർ ബ്രീഫ് ചെയ്യേണ്ട എന്നും തീരുമാനിക്കുമല്ലോ. അവിടെ എന്താ ദിവ്യ ചെയ്യാൻ പോകുന്നത്? അതൊരു പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ഒക്കെയാണ് ഇപ്പൊ ഇങ്ങനെ. പക്ഷെ മാക്സിമം ഫിലിം മേക്കറുമായിട്ട് സംസാരിക്കും ഞാൻ. അത് എനിക്ക് എന്തായാലും ഡൗട്ട്, നമുക്ക് എന്തായാലും കുറെ കാര്യങ്ങൾക്ക് നമുക്കൊരു ക്ലാരിറ്റി തന്നേ പറ്റുള്ളല്ലോ. ഏതൊരു ഫിലിം മേക്കറാണ് ചോദിച്ചോണ്ടേ ഇരിക്കില്ല. എനിക്ക് അങ്ങനെ എന്നാലും ഒരു മിനിമം ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും, എന്നാലും ഒരു ക്ലാരിറ്റി വരുള്ളൂ. അതായിരിക്കും ആ സിനിമയ്ക്കും നല്ലതെന്ന് തോന്നാറുണ്ട്, ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നിടത്തോളം അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പൊ പായലിന്റെ ഒക്കെ സിനിമ ചെയ്ത് എനിക്കൊരു സ്കൂള് പോലെയാ തോന്നിയത്. അവിടെ ഒരു വർക്ക്ഷോപ്പും ആ ഒരു പ്രോസസ്സ് മുഴുവൻ എനിക്കൊരു പായലിന്റെ അത്ര 8 monthsോളം ഞാൻ ആയിട്ട് കണക്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് ക്രാഫ്റ്റ് വൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടെന്ന് തോന്നുന്നു പായലിന്റെ സിനിമയ്ക്ക് ശേഷം. ഇപ്പൊ തിരിച്ചു വേറൊരു കാര്യമുള്ളത്, ദിവ്യയുടെ പെർഫോമൻസ് പേഴ്സണലി അനലൈസ് ചെയ്യോ? ഇപ്പം ഞാൻ പറയുന്നത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഇത് ഓക്കെയാണ്, ഇത് അടിപൊളിയാണെന്ന് ഡയറക്ടർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി മോണിറ്റർ നോക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് പല കാര്യങ്ങളിലായിട്ട് ഇത് വരും. ഇപ്പം വേറെ ഏതെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ അവിടെ ഒരു ടേക്ക് ഓഫ് ആണ് പ്ലേ ആവുന്നെങ്കിൽ, അവിടെ ഒരു ബബിത ടീച്ചറിന്റെ ഫ്രെയിമിൽ കാണുവാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യോ? അത് കാണുന്ന അതിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അതിൽ കുറച്ചുകൂടി ഇങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞു പോയ പെർഫോമൻസിലേക്ക് തിരിച്ചു പോകുക? ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ എന്നാ നമുക്ക് ദിവ്യയുടെ ഇതെടുത്ത് ചുമ്മാ കളിയാക്കുന്നത് അത് കാണാന്നൊക്കെ പറഞ്ഞ് വെക്കും. അപ്പൊ ഞാൻ മാക്സിമം അടുത്തത് വെക്കരുത് ഞാൻ എണീറ്റ് പോകുമെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കാറുണ്ട്, ഇങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ആള് തന്നെ എപ്പോഴും കാണുമ്പം. എപ്പോഴും വളരെ കുറച്ച് സീൻസുകൾ മാത്രമാണ് കുഴപ്പമില്ല, ഡീസെന്റ് ആയിട്ട് അത് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജഡ്ജ്മെന്റിലാണ് എന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും. ഇപ്പൊ നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് എപ്പോഴും ഒന്നും മോണിറ്ററിന്റെ അടുത്ത് പോയി നോക്കാൻ തോന്നത്തില്ല. അപ്പൊ നോക്കുമെന്ന് പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ കുഴപ്പമില്ല വേണ്ട എടുത്തോ എന്ന് പറയും. അത് ആ ഒരു നമുക്ക് ചിലപ്പം ഇത് അത്രയ്ക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ ടേക്ക് ആയിപ്പോയി, ഇനിയിപ്പോ റീടേക്കിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാണ്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം
അത് ഇത്തിരി വിഷമം ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും ഒരു ടേക്കും കൂടെ എടുക്കാം, ഇല്ല അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം പായലിന്റെ സിനിമയിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു റീടേക്കും കൂടെ പോയാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് ആണോ എത്ര വേണേലും പോവാം എന്ന് പറയുന്ന ആ ഒരു ഓപ്പൺനെസ് ഉണ്ട്. പിന്നെ അതൊരു വർക്ക്ഷോപ്പ് വേറെ തരത്തിലൊരു ഭയങ്കര ഇമ്പാക്ട് പേഴ്സണലി ഉണ്ടാക്കില്ലേ? കാരണം വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു, ലൊക്കേഷനിലേക്ക് വന്നു, പുതിയൊരു ക്രൂ, പുതിയൊരു ക്രൗഡ്. കാരണം വെച്ചാൽ അവര് ചിലപ്പോൾ ഡയറക്ടറെ അറിയായിരിക്കും നേരത്തെ, ചിലപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പുതിയ സ്പേസും ആയിരിക്കുമല്ലോ. അപ്പം പലരും പറയുന്നുണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ഇന്നായത്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാരക്ടറിനെ ഫുള്ളായി പിടി കിട്ടിയത് എന്നുള്ളത്. ഇപ്പം പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇന്നായിട്ടാണ് ലൊക്കേഷനിലേക്ക് തന്നെ വരുന്നത് എന്നുള്ളത്. ആ ഒരു മാറ്റമില്ലേ? അതെ അതെ, കാരണം നമുക്കിപ്പോ ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാ പോസിബിലിറ്റീസും അറിയാം. നമ്മളിപ്പം പായലിന്റെ ഫ്ലാറ്റിൽ ഒരു ഹാളിലാണ് വർക്ക്ഷോപ്പ് നടക്കുന്നെങ്കിൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഹോൾ റെയിൽവേ സ്റ്റേഷനാണ്, ഹോസ്പിറ്റലാണ്, അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഇപ്പം ഈ പ്രഭ അനു താമസിക്കുന്ന ഒരു സ്ഥലം, ഹാളിനകത്ത് നമ്മൾ ഉള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇത് കയറി വരുന്ന സ്ഥലം, റൈറ്റ് സൈഡിൽ കിച്ചൺ, ഇവിടെ ബെഡ്റൂം, ഇവിടെ ആയിരിക്കും ബാത്റൂം, ഇവിടെ ആയിരിക്കും ഇത് കൈ കഴുകുന്ന സ്ഥലം. അപ്പൊ അത് പൊസിഷൻ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വർക്ക്ഷോപ്പും ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇമാജിനേഷനിൽ ഉണ്ട് ഈ സംഭവം അപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടുത്തെ ലൈറ്റ് വരെ നമുക്ക് അറിയായിരിക്കും. അപ്പം അത് കഴിഞ്ഞ് ഷൂട്ടിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിച്ച് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്ത സ്ഥലം അതിനകത്തൊരു ഇതാണോ എന്ന് നോക്കില്ല, നമുക്ക് കുറച്ച് അറിയുന്ന പോലെ തോന്നും. നമ്മൾ അത്രയും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റോറി വേൾഡിനകത്താണ്. പ്ലസ് നമ്മൾ വർക്ക്ഷോപ്പിന്റെ സമയത്ത് പായലെല്ലാം ഡോക്യുമെന്റ് ചെയ്യുമായിരുന്നു. ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പല വേരിയേഷനിൽ ചെയ്യും. ഇപ്പൊ അനു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ അത് ഇപ്പൊ ഒരു ഷോട്ട് ഞാനും റോബിനും നസീം എല്ലാവരും കൂടെ ഇപ്പൊ മലയാളമാണല്ലോ, അപ്പൊ ഇരുന്ന് വോക്ക് ചെയ്തിട്ട് പായൽ പറയും, പായലിപ്പോ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയും ചിലപ്പോ ഫുള്ള് മാറ്റി വേറെ തരത്തിൽ ചെയ്യാൻ പറയും, സെയിം സാധനം പിന്നെയും ചെയ്യും, ഇങ്ങനെ ചെയ്യാൻ പറയും. അതിന് ചിലപ്പോൾ ഒരു 4-5 ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും ഒരു സീനിന് തന്നെ. ആ സീനിൽ തന്നെ സ്ക്രിപ്റ്റ് വൈസും കൺവേ ചെയ്യുന്ന കാര്യം ഒന്നാണെങ്കിൽ കൂടി മാറ്റർ വേറെ ആയിട്ടിരിക്കും. ഇങ്ങനെ പലതരത്തിൽ മാറി മാറി ഇരിക്കും. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല. അവസാനം ഞാൻ റോബോട് ചോദിച്ചിട്ടുണ്ട്, അതെ മറ്റേ സീനിൽ ഏതാ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് ഷോട്ടിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. വർക്ക്ഷോപ്പില് അങ്ങനെയാണ് ഇതൊന്ന് ഫിക്സ് ചെയ്യും. ഓക്കെ ഇതിന് ഇത് മതി, അനു ഇങ്ങനെ ഇരുന്നാ മതി. പക്ഷേ ബിഫോർ ഷൂട്ട് നിങ്ങളോട് ഈ ഓപ്ഷനാണ് നമ്മൾ എപ്പോഴും പറയാറില്ല. ബിഫോർ ഷൂട്ട് നമ്മളിപ്പോ ഒരു ടേക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ നമ്മളുടെ അടുത്തുനിന്ന് പായലിന് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ പായലിന്റെ അടുത്ത് വർക്ക്ഷോപ്പിന് ഷൂട്ട് ചെയ്തതിന്റെ ഫുട്ടേജ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ കാണിച്ചു അന്ന് വർക്ക്ഷോപ്പിന് ചെയ്ത ഇത് ഓർമ്മയുണ്ടോ, ഈ ഒരു വേരിയേഷൻ ഓർമ്മയുണ്ടോ, ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതാണോ അപ്പൊ അത് ചെയ്യാം. അങ്ങനെ അപ്പൊ ചിലർ പറയാലോ അത് ചില സംഗതികൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഓക്കെ ഷോട്ടിൽ ഞാൻ സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ ആ ഫ്ലോയില് ക്യാരക്ടറിന്റെ ഇതിലേക്ക് കയറിയ സമയത്ത് അതങ്ങനെ ഒരു മൊമെന്റിൽ ഉണ്ടായിപ്പോയതാണെന്ന് പറയല്ലോ. ഇത് റീക്രിയേറ്റ് ചെയ്യാണല്ലോ വേണ്ടത്. വർക്ക്ഷോപ്പിലുള്ള ഓക്കെ ഇതാണ് ഞങ്ങളുടെ അടുത്ത ഓപ്ഷൻ, ഈ ഓപ്ഷനാണ് നാളെ ദിവ്യ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നത് പോലത്തെ ഒരു ഹോംവർക്ക് ആണല്ലോ അത്. എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി തോന്നുന്നുണ്ട് പായലിന് ശേഷം. മറ്റേത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ടേക്ക് പോയി 3 ടേക്ക് പോയപ്പോൾ നമുക്ക് എവിടെയോ ഒരു എനർജി ലൂസ് ചെയ്യുന്ന പോലെ തോന്നും. നാടകം ചെയ്തതിനു ശേഷം എനിക്ക് ആ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടിയും തോന്നി. അപ്പൊ ഇതില് എപ്പോ വേണമെങ്കിലും എന്തും റീക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇത് തന്നെ വേണമെന്ന് പറയാം. ആ ഒരു ഇമോഷണൽ നോട്ടിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. എന്നാൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. പിന്നെ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉർവശി ചേച്ചിയെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഇപ്പം എപ്പോഴും ആളുകളോട് പറയുമ്പോഴാണ് ഉർവശി ചേച്ചിയെ പോലത്തെ ഒരു കരിയർ എല്ലാവരും ഭയങ്കര, അതായത് ഒരു മെയിൽ ആക്ടേഴ്സാണ് ഫീമെയിൽ ആക്ടേഴ്സാണ് ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റോള്, ഹ്യൂമർ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാതരം റോളുകളിലൂടെ കടന്നു പോയിട്ട് എന്നാൽ സട്ടിലാണ്, ലൗഡാണ്, എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എഴുതപ്പെടുന്ന റോളുകളും സിനിമയിലാണെങ്കിലും കുറച്ചുകൂടി ലിമിറ്റഡ് ആണല്ലോ. പ്രത്യേകിച്ച് ഫീമെയിൽ ആക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അത്രമേലില്ല, എണ്ണത്തിൽ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കമേഴ്സ്യൽ സക്സസിനെ ഫോളോ ചെയ്തിട്ടാണല്ലോ പുതിയ ഓരോ പടങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്ക് എങ്ങനെയാണ് കരിയറിനെ കുറിച്ച് ദിവ്യ ഡ്രീം ചെയ്യുന്നത് ഇനി അങ്ങോട്ട്? എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പൊ എന്തായാലും. ഞാനിപ്പം ആലോചിക്കുമ്പോൾ ഇപ്പം 90s ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഇടക്കാലത്ത് കുറെ കുറഞ്ഞു, പിന്നെ പിന്നെയും വരുന്നുണ്ട് ഉറപ്പായിട്ടും. നമ്മളിപ്പോ ഒരു ഗേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ട്. അതുകൊണ്ട് അതിനെ ഞാനൊരു ബെറ്റർ സൈഡ് ശരിക്കും നോക്കി കാണുന്ന ആളാണ്, പോസിറ്റീവായിട്ട്. പ്ലസ് ആക്ടേഴ്സിന്റെ കാര്യം മാത്രമല്ല, ടെക്നീഷ്യൻസിനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തിനേക്കാളും ഇപ്പോഴാണ് നല്ല ടൈം എന്ന് തോന്നുന്നുണ്ട്. അത് എന്നുവെച്ചാൽ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ ടെക്നീഷ്യൻസിലുള്ളത് കുറച്ചും കൂടെ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
അപ്പൊ അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ട് തന്നെയാണ് നോക്കി കാണുന്നത്. ഇപ്പൊ ഇപ്പം പായൽ കപാടിയ പോലത്തെ ഒരാളുടെ പിന്നെ ബ്രീഫും വർക്കിംഗ് രീതിയും ഒരു തരത്തിലാണ്, ഇപ്പൊ മഹേഷ് നാരായണന്റെ മറ്റൊരു തരത്തിലാണ്, ഇപ്പൊ അഷ്റഫ് ഹംസയുടെ വേറൊരു രീതിയിലാണ്. ഇപ്പം ഓരോ ഡയറക്ടേഴ്സിനും പല രീതിയിലുള്ള ഒരു അപ്രോച്ച് ആണല്ലോ ഉണ്ടാവുക. ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം പല ആക്ടേഴ്സിനും ഒരു ശൈലി രൂപപ്പെടുമല്ലോ ഡയറക്ടേഴ്സിന് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ്. ഇതിൽ ഈ പറയുന്ന നമ്മൾ പോയി 1-2 ദിവസത്തെ ലൊക്കേഷനിൽ സംവിധായകന്റെ രീതിയിലേക്ക് മാറേണ്ടി വരുമല്ലോ, അതെങ്ങനെയാണ് അഡാപ്റ്റഡ് ആവുന്നത്? ആദ്യത്തെ ഒരു 2-3 ദിവസം എപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും, എല്ലാ ഷൂട്ടിലും സെറ്റിലും ഒക്കെ. പായലിന്റെ പിന്നെ ഇത്രയും വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാക്കിലോട്ട് ആവാറുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ അതിന് എപ്പോഴും റെഡി ആയിരിക്കണം എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ തരത്തിലുള്ള ഒരു ഇത് കംഫർട്ട് സ്പേസിലായിരിക്കില്ലല്ലോ. ഇപ്പൊ എനിക്കറിയാം ഇനി ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പോ ഇത്രയും ചിലപ്പോൾ കൊളാബറേറ്റീവ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചാൽ അതിന് എല്ലാ ആൻസർ തരുന്ന ഒരു ഫിലിം മേക്കർ ഉണ്ടാവണം എന്നില്ല. പക്ഷെ എനിക്ക് അത് ചെയ്യാനും ഒരു രസം ഉണ്ട്. അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്നു. ചിലപ്പം ശരിയാവുമായിരിക്കും, ചിലപ്പോൾ ഒരു മാജിക് സംഭവിച്ചത് ശരിയാവുമായിരിക്കും. ഈ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മളെപ്പോഴും പറയല്ലോ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ ഇന്നയാളെ വിളിക്കാൻ പറ്റുമോ, റെഡി ആവുമോ? ഇപ്പം ക്യാൻസ് കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ദിവ്യപ്രഭ ചിലപ്പം ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോകുന്ന അറിയിപ്പോ അല്ലെങ്കിൽ പായലിന്റെ സിനിമയെ പോലത്തെ ഒരു സിനിമയായിരിക്കാം പ്രിഫർ ചെയ്യുന്നത്, ഞങ്ങൾ വിളിക്കണോ എന്നൊക്കെ പറയുന്ന ഒരു കൺഫ്യൂഷൻ, കമേഴ്സ്യൽ നോൺ കമേഴ്സ്യൽ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ദിവ്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സിനിമകളുടെ കാര്യത്തിലുള്ള അപ്രോച്ച്? ഇനി എങ്ങോട്ടാണേലും ഇതുവരെയാണ് ഞാൻ ഇപ്പോഴും കഥാപാത്രത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു സിനിമ പക്ഷേ എങ്ങനെയൊക്കെ ഇപ്പൊ ഈ ചെയ്തതെല്ലാം ഫെസ്റ്റിവൽ സൈഡിലോട്ടാണ് പോയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് കൊമേഴ്സ്യലും എല്ലാത്തരം സിനിമകളും എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണം എന്നാണ്. ഉടനെ തന്നെ ഒരു കൊമേഴ്സ്യൽ മൂവി ഉണ്ടായിരിക്കും. അതുകൂടി പ്രഖ്യാപിച്ചല്ലേ? അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു.